ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറിയാണ്. ആഡം ജെ ഗ്രേവ്സും സുചിത്ര മട്ടായും ചേർന്ന് സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ഷോർട്ട് ഫിലിമാണ് അനൂജ. അനാഥ സഹോദരിമാരായ അനൂജ, പാലക് എന്നിവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട്, എന്നാൽ ആ നിമിഷങ്ങളിലൂടെ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെയും അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും ഭീഷണിയാകുന്ന അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ചും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തതിനെ കുറിച്ചൊക്കെയുള്ള അവബോധം വളർത്തുന്ന വളരെ മികച്ച ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് അനൂജ. ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ് അനാഥരായ 9 വയസ്സുകാരി അനുജയും ചേച്ചി പാലക്കും. ഒരു ദിവസം അനുജയെ കാണാൻ അധ്യാപകനായ മിശ്ര ഗാർമെന്റ് ഫാക്ടറിയിലേക്ക് എത്തി. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് ഫാക്ടറി ഉടമയോട് മിശ്ര പറഞ്ഞുവെങ്കിലും അനുജയ്ക്ക് 14 വയസ്സുണ്ടെന്നും ഇല്ലീഗലായി ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നുമാണ് വർമ്മ പറയുന്നത്. ബോർഡിംഗ് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു പ്രവേശന പരീക്ഷ എഴുതുവാനായിട്ട് അനുജയോട് മിശ്ര ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഫാക്ടറി ഉടമ വർമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തതിനാൽ മിശ്രയെ ഫാക്ടറിയിൽ നിന്ന് പറഞ്ഞയച്ചു. ഫാക്ടറിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ എക്സാം എഴുതുവാനായിട്ട് അനുജയോട് ഒന്നുകൂടി മിശ്ര ഓർമ്മിപ്പിക്കുകയാണ്. ചോർച്ചയുള്ള, വെളിച്ചമില്ലാത്ത, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്ന അനാഥ സഹോദരിമാരാണ് അനുജയും പാലക്കും. പാലക്ക് പഴയ ന്യൂസ് പേപ്പറുകളൊക്കെ അനുജയെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അനുജയ്ക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് പാലക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അനുജയോട് മിശ്ര പറഞ്ഞ എക്സാം എഴുതാനായിട്ട് പാലക്ക് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട 400 രൂപ ഉണ്ടാക്കാനുള്ള പ്ലാനും പാലക്ക് കണ്ടെത്തിയിരുന്നു. ഫാക്ടറിയിൽ മിച്ചം വരുന്ന തുണികൾ ഉപയോഗിച്ച് ഫാക്ടറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാലക്ക് തുണി സഞ്ചികൾ തുന്നിയുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ 14 ബാഗുകൾ പാലക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് പാലക്ക് അനുജയ്ക്ക് കാണിച്ചു കൊടുത്തു. അതിലൊരു ബാഗ് 40 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 14 ബാഗുകൾ വിറ്റ് 560 രൂപ ഉണ്ടാക്കാമെന്നവർ കണക്ക് കൂട്ടി. കണക്കിൽ മിടുക്കിയായിരുന്നു അനുജ. അനുജയും പാലക്കും ബാഗ് വിൽക്കാനായിട്ട് ഇറങ്ങി. മിടുക്കിയായ അനുജ 2 ബാഗുകൾ 800 രൂപയ്ക്ക് വിറ്റു. ആ കിട്ടിയ കാശിൽ നിന്നും കുറച്ച് കാശ് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് അവർ ഉപയോഗിച്ചു. പരീക്ഷ എഴുതാനുള്ള പണം പാലക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നു. കണക്കിൽ മിടുക്കിയാണ് അനുജ എന്ന് മിശ്ര പറഞ്ഞിരുന്നത് കേട്ട വർമ്മ പിറ്റേ ദിവസം അനുജയെ അയാളുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവളുടെ കഴിവുകൾ കണ്ട് മിശ്ര അത്ഭുതപ്പെടുന്നുണ്ട്. ട്യൂസ്ഡേ മുതൽ അയാളുടെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി തരാമെന്ന് വർമ്മ അനുജയോട് പറയുകയാണ്. അനുജയുടെ എക്സാം ദിവസമായിരുന്നു ആ ട്യൂസ്ഡേ. അനുജ എക്സാം എഴുതാതിരിക്കാനുള്ള വർമ്മയുടെ ഒരു പ്ലാൻ ആയിരുന്നു അത്. എന്നാൽ അത് സമ്മതിച്ചില്ലെങ്കിൽ അനുജയെയും പാലക്കിനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് വർമ്മ അനുജയ്ക്ക് താക്കീത് കൊടുത്തു. ഫാക്ടറിയിലെ പാലക്കിന്റെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ജോലി ചെയ്ത് സമ്പാദിക്കാമെന്നുള്ള പാലക്കിന്റെ ആഗ്രഹം നടക്കാതെ വരുമെന്നത് അനുജയെ സങ്കടത്തിലാക്കി. കൂടാതെ ബോർഡിംഗ് സ്കൂളിൽ പോയാൽ പാലക്കിനെ പിരിയേണ്ടി വരുമെന്നത് തിരിച്ചറിഞ്ഞതും അനുജയെ കൂടുതൽ വിഷമിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ എക്സാമിന് പോകാനായിട്ട് ഫീസും കൊടുത്തുകൊണ്ട് അനുജയെ പാലക്ക് യാത്രയാക്കുകയാണ്. അതിനുശേഷം പാലക്ക് നേരെ പോകുന്നത് ഫാക്ടറിയിലേക്ക്. എന്നാൽ വിദ്യാഭ്യാസമാണോ അത് തനിക്കും സഹോദരിക്കും വാഗ്ദാനം ചെയ്ത ജോലിയാണോ വലുത് എന്ന് തിരിച്ചറിയാതെ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്ന അനുജയെ കാണിച്ചുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത്. ഒരു സ്ഥലത്ത് എക്സാമിന് അനുജ വരുമെന്നത് നോക്കിയിരിക്കുന്ന ഒരു അധ്യാപകൻ, മറുഭാഗത്ത് എക്സാമിന് പോകാതെ അനുജ താൻ വാഗ്ദാനം ചെയ്ത ജോലിക്ക് വരുമെന്ന് കരുതിയിരിക്കുന്ന ബോസ് വർമ്മ, മറ്റൊരു ഭാഗത്ത് അനുജയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ചേച്ചി പാലക്കും. സിനിമയുടെ അവസാനം അനുജ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് കാഴ്ചക്കാരനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ചേച്ചിയുടെ ആവശ്യപ്രകാരം അനുജ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചേച്ചിക്ക് കൂടി ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ അനുജ ആ എക്സാം എഴുതാതെ തിരിച്ച് ഫാക്ടറിയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരിക്കാം. മികച്ച ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമയാണ് അനൂജ. ബാലവേലയെക്കുറിച്ചും നിരാലംബരായ പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും അവർക്ക് നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവബോധം വളർത്തുന്ന, തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട മികച്ച ഒരു ഷോർട്ട് ഫിലിമാണ് അനൂജ. മറ്റൊരു സിനിമയുടെ സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.